അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്ക് കോഴിക്കോട് പോകണം. അങ്ങനെ നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണുള്ളത്. ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കോഴിക്കോട് എന്നിങ്ങനെ ഡോറ് ഓപ്പണാക്കി വെച്ചിട്ട് കിളി പറഞ്ഞുകൊണ്ടേയിരിക്കും. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ സീറ്റ് കാലിയാണ് താനും. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ബസ് റെഡിയായി നിൽക്കുമ്പോൾ കയറൂ 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 എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി കയറും. കാരണം നമ്മെ മാടി വിളിക്കുകയാണ്, സീറ്റുണ്ട്. വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണ്, താമസവുമില്ല. ആ സമയത്ത് വല്ല സ്കൂൾ കുട്ടികളോ മറ്റാരോ വന്നാൽ കിളി പറയും, അവരോടൊന്ന് മാറി നിൽക്കാൻ പറയും. ഒന്നിരിക്കൽ ഫുൾ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ സീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അവർക്ക് കയറാൻ അനുമതി കൊടുക്കും. അതല്ലെങ്കിൽ അവരോട് പറയും, അടുത്ത ബസ്സിന് വന്നോ, ഇതിൽ കയറണ്ടെന്ന് പറയും. എന്നാൽ ഇതേ ഒരു അവസ്ഥ റമദാന്റെ ആദ്യ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഇദാ കാന അവ്വലു ലൈലത്തി മിൻ ശഹ്രി റമദാൻ, റമദാന്റെ ഫസ്റ്റ് ഡേ, അന്ന് പുതിയത് അബുവാബിൽ തന്നെ സ്വർഗത്തിൻ്റെ ഡോറുകൾ കംപ്ലീറ്റ് ഓപ്പണാക്കി എല്ലാം തുറന്നു വെച്ചിട്ട് ഇങ്ങനെ വെൽക്കം വെൽക്കം വെൽക്കം, കമോൺ കമോൺ കമോൺ, സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറ്റുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? ഡോറിലെടുക്കൽ ആളുണ്ട്, ആളെ നിയമിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? വൈനാദി മുനാദിൻ കുല്ലലൈലത്തിൻ, എല്ലാ ദിവസവും പറയുന്നുണ്ട് റമദാൻ്റെ അന്ന്, യാ ബായിൽ ഖൈരി അഖ്ബിൽ, കമോൺ കമോൺ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് വെൽക്കം, കടന്നു വരൂ കടന്നു വരൂ, സീറ്റ് കാലി, നിങ്ങൾക്ക് സീറ്റ് റെഡിയാണ്, കയറൂ എന്ന് പറയുന്നു. നന്മ ചെയ്യുന്ന ആൾ എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് തറാവി നിസ്കരിക്കുന്ന ആള്, ഖുർആൻ ഓതുന്ന ആള്, ഹദ്ദാദ് ചൊല്ലുന്ന ആള്, ദിക്ർ ചൊല്ലുന്ന ആള്, സ്വലാത്ത് ചൊല്ലുന്ന ആള്, അവർക്ക് കടന്നു വരാം. പ്രിയമുള്ളവരെ, യാ ബാഗിയ ശരി, തിന്മ അന്വേഷിക്കുന്ന ആളുകളോട് പറയും, അക്സർ മാറി നിൽക്കൂ. ഫുൾ ടിക്കറ്റ് എടുക്കാത്ത ആളുകളോട് ചിലപ്പോൾ മാറി നിൽക്കാനും അടുത്ത ബസ്സിന് വരാനും ഒക്കെ പറയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് സ്വർഗത്തിൽ നിന്ന് ഖുർജ മിൻഹാ ഫഇന്നക റജീം, നീ സ്വർഗത്തിൽ നിന്ന് പോ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റുമ്പോൾ ആട്ടപ്പെട്ടവരുടെ വിഭാഗത്തിൽ നാം പെട്ടുപോകാൻ പാടില്ല. ആയതുകൊണ്ട് റമദാൻ്റെ ഫസ്റ്റ് ഡേ തന്നെ സ്വർഗത്തിൻ്റെ കംപ്ലീറ്റ് ഡോറുകളും ഓപ്പണാക്കി വെച്ചുകൊണ്ട് മാലാക്കമാർ മാടി വിളിക്കുമ്പോൾ അതിൽ ഓടി തള്ളിക്കയറാനുള്ള അവസരം നാം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമാ തഅഖർ, റമദാനിൽ തറാവീഹ് നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും. റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നന്മയിലേക്ക് ധൃതി പിടിച്ചുകൊണ്ട് സ്പീഡായിക്കൊണ്ട് നമുക്ക് കടന്നു വരാനുള്ള സമയമാണ്. ഖുർആൻ പാരായണവും ഇത്തികാഫും സുന്നസ്കാരങ്ങളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ അധികരിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കുക. നമ്മെ മാടി വിളിക്കുമ്പോൾ, മാലാക്കമാർ നമ്മെ ക്ഷണിക്കുമ്പോൾ, വിളിച്ച് സ്വർഗത്തിലേക്ക് കയറ്റുമ്പോൾ നാം മടി കാണിച്ച് അലസനായിക്കൊണ്ട് അലംഭാവത്തോടുകൂടെ നിൽക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ തറാവി 4, 6, 8 ഒക്കെ റക്അത്ത് നിസ്കരിച്ച് വല്ല ഉൾവലിയുന്നത് കാണാം. ക്ഷീണാണ്, വിഷമാണ്, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മടിയാണ് യഥാർത്ഥ കാരണം. അങ്ങനെ ഉൾവലിയുന്നവർക്കുള്ളതല്ല സ്വർഗം.
പിന്നെയോ യാ ബായി അൽ ഖൈരി അഖ്ബിൽ, നന്മയിലേക്ക് ധൃതി പിടിച്ചുകൊണ്ട് സ്പീഡായിക്കൊണ്ട് വരുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശുദ്ധ റമദാൻ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.